ഏത് രാജ്യത്തിനാണ് 3 ഭാഷകളിൽ ഔദ്യോഗിക നാമമുള്ളത്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിന് ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ എന്നീ 3 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഇത് ആ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെയും ഫെഡറൽ ഘടനയെയും പ്രതിഫലിപ്പിക്കുന്നു. തിരുകൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി? പനമ്പള്ളി ഗോവിന്ദമേനോൻ. 1956-ൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് തൊട്ടുമുമ്പ് തിരുകൊച്ചി സംസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി? ജി. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയായ ജി. ശങ്കരക്കുറുപ്പിനെ 1968-ൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. സാഹിത്യം, കല, ശാസ്ത്രം, സാമൂഹ്യസേവനം തുടങ്ങിയ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത്? എൻ. ഗോവിന്ദൻ നായർ. കേരളത്തിലെ ഭവനരഹിതർക്ക് വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ 1972-ൽ സിസ്റ്റർ അച്യുതമേനോൻ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന എൻ. ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്റർ? ഗാന്ധിജി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിയമപഠനം പൂർത്തിയാക്കി ബാരിസ്റ്ററായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് 1893-ലാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം? ആഫ്രിക്ക. 54 അംഗരാജ്യങ്ങളുമായി ആഫ്രിക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം? കലിയുഗരായൻ പണം. തിരുവിതാംകൂർ രാജാക്കന്മാർ പുറത്തിറക്കിയ നാണയങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് കലിയുഗരായൻ പണം. ഇത് പഴയ തിരുവിതാംകൂറിലെ സാമ്പത്തിക ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. കക്രപ്പാറ പദ്ധതി ഏത് നദിയിലാണ്? താപ്തി. ഗുജറാത്തിലെ താപ്തി നദിക്ക് കുറുകെയുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയും അണക്കെട്ടുമാണ് കക്രപ്പാറ പദ്ധതി. ഇത് ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു. ആദ്യ മലയാളി വനിതാ IAS ഓഫീസർ? അന്ന രാജം ജോർജ്. 1951-ൽ IAS നേടിയ അന്ന രാജം ജോർജ് പിന്നീട് മൽഹോത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസറായിരുന്നു. അവർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം? യുറാനസ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരാം. ഈ ചോദ്യം തയ്യാറാക്കിയ കാലത്ത് യുറാനസ് 3-ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യാ ചരിത്രത്തിൽ ആന്ധ്രജന്മർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജവംശം? ശതവാഹനന്മാർ. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പ്രാചീന രാജവംശമായിരുന്നു ശതവാഹനന്മാർ. ആന്ധ്രാപ്രദേശിന്റെ ചരിത്രവുമായി ഇവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഗംഗാനദിയുടെ ഡെൽറ്റ പ്രദേശത്തിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കാരണം പശ്ചിമ ബംഗാൾ ചണം കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ചണം ഉൽപ്പാദന കേന്ദ്രമാണിത്. ആദ്യത്തെ പേശ്വ ഭരണാധികാരി? ബാലാജി വിശ്വനാഥ്. 1713 മുതൽ 1720 വരെ. മറാത്ത സാമ്രാജ്യത്തിലെ ആദ്യത്തെ പേശ്വയായിരുന്നു ബാലാജി വിശ്വനാഥ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറാത്ത ശക്തിക്ക് വലിയ വികാസമുണ്ടായി. റഷ്യൻ വിപ്ലവം നടന്ന വർഷം? 1917. 1917-ൽ നടന്ന റഷ്യൻ വിപ്ലവം ലോകചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. ഇത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിനും സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിനും വഴിയൊരുക്കി. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണനാണയം പുറപ്പെടുവിച്ചത്? ഇന്തോ ഗ്രീക്കുകാർ. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണനാണയങ്ങൾ പുറത്തിറക്കിയത് ഇന്തോ ഗ്രീക്ക് ഭരണാധികാരികളാണ്. ഇവരുടെ നാണയങ്ങളിൽ ഗ്രീക്ക്, പ്രാകൃത ഭാഷകളിലുള്ള ലിഖിതങ്ങളും കാണാം. റഷ്മോർ മലനിരയിൽ ഏതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കൊത്തിവച്ചിട്ടുണ്ട്? വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, റൂസ്വെൽറ്റ്, ലിങ്കൺ.
സൗത്ത് ഡക്കോട്ടയിലെ ബ്ലാക്ക് ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് റഷ്മോർ ദേശീയ സ്മാരകം 4 അമേരിക്കൻ പ്രസിഡന്റുമാരായ ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, തിയോഡോർ റൂസവെൽറ്റ്, എബ്രഹാം ലിങ്കൺ എന്നിവരുടെ മുഖങ്ങൾ ഉൾക്കൊള്ളുന്നു. എത്രാം ശതകത്തിലാണ് മാലിക് ബിൻ ദീനാർ കേരളത്തിലെത്തിയത്? 7-ാം ശതകം. 7-ാം നൂറ്റാണ്ടിൽ മാലിക് ബിൻ ദീനാർ കേരളത്തിലെത്തിയതായും ഇവിടെ ആദ്യത്തെ പള്ളികൾ സ്ഥാപിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഇസ്ലാം മതത്തിന്റെ ആഗമനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ചത്? കൊൽക്കത്ത. 1995-ൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ചത്. ഇത് ഇന്ത്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് തുടക്കമിട്ടു. എത്രാം ശതകത്തിലാണ് ഇംഗ്ലീഷുകാർ കേരളത്തിലെത്തിയത്? 17. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി കേരളത്തിലെത്തി. പിന്നീട് അവർ വ്യാപാരത്തിലൂടെയും സൈനിക ശക്തിയിലൂടെയും കേരളത്തിൽ സ്വാധീനം ഉറപ്പിച്ചു. കേരള സർക്കാരിന്റെ ആദ്യത്തെ പ്രവാസി സാഹിത്യ അവാർഡിന് അർഹനായതാര്? എ.എം. മുഹമ്മദ്. കേരള സർക്കാർ പ്രവാസി എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ ആദ്യത്തെ പ്രവാസി സാഹിത്യ അവാർഡ് നേടിയത് എ.എം. മുഹമ്മദ് ആണ്. മലയാള സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകിയത്. ക്ലോണിംഗിലൂടെ ജനിച്ച ആദ്യത്തെ സസ്തനി ഏതാണ്? ഡോളി എന്ന ചെമ്മരിയാട്. ക്ലോണിംഗിലൂടെ ജനിച്ച ആദ്യത്തെ സസ്തനിയാണ് ഡോളി എന്ന ചെമ്മരിയാട്. 1996-ൽ സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ജനിച്ച ഡോളി ശാസ്ത്രലോകത്ത് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി ആര്? ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ പരമാധികാരിയും നിയന്ത്രണാധികാരിയും ലോക്സഭാ സ്പീക്കറാണ്. സ്പീക്കറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായ വർഷം? 1917. 1917-ൽ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റിലായത്. ഇത് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട നിയമലംഘന സമരമായിരുന്നു. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞതാര്? ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പ്രശസ്തമായ വാക്കുകളാണ് കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്നത്. കഠിനാധ്വാനത്തിന്റെയും ലളിതജീവിതത്തിന്റെയും പ്രാധാന്യം ഇത് ഊന്നിപ്പറയുന്നു. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അധികാരത്തിൽ വന്ന രാജ്യം ഏതാണ്? അർജന്റീന. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി 1974-ൽ ഇസബെൽ പെറോൺ അർജന്റീനയിൽ അധികാരത്തിലെത്തി. ജുവാൻ പെറോണിന്റെ മരണശേഷം വൈസ് പ്രസിഡന്റായിരുന്ന അവർ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുകയായിരുന്നു. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല എന്ന് പറഞ്ഞതാര്? യൂക്ലിഡ്. ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകളില്ല എന്ന് പറഞ്ഞത് പ്രാചീന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ യൂക്ലിഡ് ആണ്. ഗണിതശാസ്ത്ര പഠനത്തിൽ എളുപ്പവഴികളില്ലെന്നും കഠിനാധ്വാനം ആവശ്യമാണെന്നും ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിവാഹിതനായിരുന്നത് ആര്? എ.കെ. ആന്റണി. കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എ.കെ. ആന്റണി അവിവാഹിതനായിരുന്നു. പിന്നീട് അദ്ദേഹം ലക്ഷ്മി എന്നവരെ വിവാഹം കഴിച്ചു. കേരളത്തിൽ നിന്ന് പാർലമെന്റിലെത്തിയ ആദ്യ വനിത ആര്? ആനി മസ്ക്രീൻ. തിരുവിതാംകൂറിൽ നിന്നുള്ള സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആനി മസ്ക്രീനായിരുന്നു കേരളത്തിൽ നിന്ന് പാർലമെന്റിലെത്തിയ ആദ്യ വനിത. 1951-ൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ? പ്രസിഡന്റിൽ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ഈ അധികാരം പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശപ്രകാരം അദ്ദേഹം വിനിയോഗിക്കുന്നു. ജെ.എഫ്.കെ. എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആര്? ജോൺ എഫ്. കെന്നഡി. 35 സ്വരചിഹ്നം ആമത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ്. കെന്നഡി ജെ.എഫ്.കെ.
എന്ന ചുരുക്കപ്പേരിൽ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ മരണം അമേരിക്കൻ ചരിത്രത്തിലെ പ്രധാന സംഭവമാണ്. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തീയതി 1910 സെപ്റ്റംബർ 26. പത്രപ്രവർത്തനത്തിലൂടെ ദിവാൻ പി. രാജഗോപാലാചാരിയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായി വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ നാടുകടത്തി. ഇത് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ക്ലോണിംഗിന്റെ പിതാവ് ആര്? ഇയാൻ വിൽമുട്ട്. ഡോളി എന്ന ചെമ്മരിയാടിനെ ക്ലോൺ ചെയ്തതിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഇയാൻ വിൽമുട്ട്. അദ്ദേഹത്തെ ക്ലോണിംഗിന്റെ പിതാവായി കണക്കാക്കുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആര്? പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ രൂപീകരണത്തിനായി പ്രവർത്തിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു പട്ടം താണുപിള്ള. പിന്നീട് അദ്ദേഹം തിരുവിതാംകൂർ, തിരുകൊച്ചി, കേരളം എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. നൈലിന്റെ പോഷകനദികളായ ബ്ലൂ നൈലും വൈറ്റ് നൈലും സംഗമിക്കുന്ന സ്ഥലം? കാർത്തൂം. ആഫ്രിക്കയിലെ പ്രധാന നദിയായ നൈലിന്റെ പ്രധാന പോഷകനദികളായ ബ്ലൂ നൈലും വൈറ്റ് നൈലും സുഡാന്റെ തലസ്ഥാനമായ കാർത്തൂമിൽ വെച്ച് സംഗമിച്ച് നൈൽ നദിയായി ഒഴുകുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആര്? രാമയ്യൻ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദളവയായി പ്രധാനമന്ത്രിക്ക് തുല്യം നിയമിതനായത് രാമയ്യൻ ദളവയായിരുന്നു. തിരുവിതാംകൂറിന്റെ വികസനത്തിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ക്രോംവെൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയ്ക്ക് താഴെയായി കാണപ്പെടുന്ന ഒരു ആഴക്കടൽ പ്രവാഹമാണ് ക്രോംവെൽ പ്രവാഹം. ഉപരിതല പ്രവാഹങ്ങൾക്ക് വിപരീത ദിശയിലാണ് ഇത് ഒഴുകുന്നത്. ഗ്രോ ഹാർലെം ബ്രണ്ട്ലാൻഡ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായ വനിതയാണ്? നോർവേ. ഗ്രോ ഹാർലെം ബ്രണ്ട്ലാൻഡ് നോർവേയുടെ പ്രധാനമന്ത്രിയായി 3 തവണ സേവനമനുഷ്ഠിച്ച വനിതയാണ്. പരിസ്ഥിതി, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണിവർ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പം പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൃഷ്ണരാജസാഗർ ഡാം ഏത് നദിയിലാണ്? കാവേരി. കർണാടകയിലെ പ്രശസ്തമായ കൃഷ്ണരാജസാഗർ ഡാം കാവേരി നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് ജലസേചനത്തിനും വൈദ്യുതി ഉത്പാദനത്തിനും സഹായിക്കുന്നു. ശതവർഷയുദ്ധത്തിന് വേദിയായ വൻകര? യൂറോപ്പ്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 1337 മുതൽ 1453 വരെ നീണ്ടുനിന്ന ശതവർഷയുദ്ധം പ്രധാനമായും യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ മണ്ണിലാണ് നടന്നത്. ഇത് യൂറോപ്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. സസ്യങ്ങൾ പ്രകാശസംശ്ലേഷണ സമയത്ത് ആഗിരണം ചെയ്യുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. സസ്യങ്ങൾ പ്രകാശസംശ്ലേഷണത്തിലൂടെ സ്വന്തമായി ആഹാരം പാകം ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് ഭൂമിയിലെ ജീവന് അത്യന്താപേക്ഷിതമായ പ്രക്രിയയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം? തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയങ്ങളിലൊന്നാണ്. ഇവിടെ പുരാവസ്തുക്കളും രാജകീയ ശേഖരങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം പിന്നോക്ക ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കമിട്ടു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏതു രാജ്യത്താണ്? വെനിസ്വേല.
തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കനൈമ ദേശീയ ഉദ്യാനത്തിലെ ഔയൻ ടെപ്പുയി പർവ്വതത്തിൽ നിന്നാണ് ഇത് പതിക്കുന്നത്. ശതവാഹന വംശത്തിന്റെ തലസ്ഥാനമായിരുന്ന പ്രതിഷ്ഠാൻ ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ശതവാഹന സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പ്രതിഷ്ഠാൻ ഇന്നത്തെ പൈത്താൻ ഗോദാവരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഈ നഗരം പുരാതന ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. കേരളത്തിൽ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമം നടപ്പിലായതെന്ന്? 1995 ഒക്ടോബർ 2. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ കേരളത്തിൽ 1995 ഒക്ടോബർ 2-നാണ് നിലവിൽ വന്നത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ നിയമം പ്രാബല്യത്തിൽ വന്നത് ശ്രദ്ധേയമാണ്. ബ്രോഡ് ഗേജ് തീവണ്ടിപ്പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്ററാണ്? 1676 മില്ലിമീറ്റർ. ഇന്ത്യൻ റെയിൽവേയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ബ്രോഡ് ഗേജ് തീവണ്ടിപ്പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1676 മില്ലിമീറ്ററാണ്. ഇത് വലിയ വേഗതയിലും ഭാരത്തിലും ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം? ലോധി വംശം. ഡൽഹി സുൽത്താനേറ്റിനെ ഭരിച്ച അവസാനത്തെ വംശമാണ് ലോധി വംശം. 1451 മുതൽ 1526 വരെ. ബഹ്ലോൾ ലോധി സ്ഥാപിച്ച ഈ വംശം ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി ബാബറിനോട് പരാജയപ്പെട്ടതോടെ അവസാനിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാത്ത പ്രതിപക്ഷ നേതാക്കൾ ആരെല്ലാം? പി.ടി. ചാക്കോ, ഇ.ടി.കെ. രാമകൃഷ്ണൻ. കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കളായിരുന്നിട്ടും പി.ടി. ചാക്കോയും ഇ.ടി.കെ. രാമകൃഷ്ണനും മുഖ്യമന്ത്രി പദവിയിലെത്തിയിട്ടില്ല. നിരവധി പ്രമുഖ വ്യക്തികൾ പ്രതിപക്ഷ നേതാക്കളായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ എഴുതിയ അവസാനത്തെ നാടകം? ദി ടെമ്പസ്റ്റ്. പ്രശസ്ത ഇംഗ്ലീഷ് നാടകകൃത്ത് വില്യം ഷേക്സ്പിയർ എഴുതിയ അവസാനത്തെ പ്രധാന നാടകങ്ങളിലൊന്നാണ് ദി ടെമ്പസ്റ്റ്. 1610 മുതൽ 1611 വരെ കാലഘട്ടത്തിൽ എഴുതിയ ഈ നാടകം മാന്ത്രികതയും പ്രകൃത്യാതീത ശക്തികളും ചേർന്ന ഒരു കോമഡിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സ്കൂൾ? CBSE. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സ്കൂൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ CBSE കീഴിൽ 1979-ൽ സ്ഥാപിച്ച ഓപ്പൺ സ്കൂളായിരുന്നു. പിന്നീട് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് (നിയോസ്) ആയി മാറി. ഏത് കൃതിയെ മുൻനിർത്തിയാണ് എസ്.കെ. പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠം നൽകിയത്? ഒരു ദേശത്തിന്റെ കഥ. പ്രശസ്ത മലയാള സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാട്ടിന് 1980-ൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ്. ഈ നോവൽ ഒരു ഗ്രാമത്തിന്റെ കഥയിലൂടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ചെന്നൈയുടെ ഏകദേശം തുല്യ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനം? ബാംഗ്ലൂർ. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയുടെ ഏകദേശം അതേ അക്ഷാംശത്തിലാണ് കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളാണിവ. തിരുവിതാംകൂറിൽ റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം? 1943. തിരുവിതാംകൂർ റേഡിയോ നിലയം 1943-ൽ തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇത് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണ കേന്ദ്രമായിരുന്നു, പിന്നീട് ആകാശവാണിയുടെ ഭാഗമായി. ചെന്നൈക്കടുത്ത് ഹ്യൂണ്ടായി കാർ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? ഇരുമ്പാട്ടുകോട്ടൈ. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലുള്ള ഇരുമ്പാട്ടുകോട്ടയിൽ ചെന്നൈക്കടുത്താണ് ഹ്യൂണ്ടായിയുടെ കാർ നിർമ്മാണ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വാഹന നിർമ്മാണ കേന്ദ്രമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? 2089. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ 2089 ദിവസത്തോളം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ സമരജീവിതത്തിലെ ത്യാഗത്തിന്റെ ഭാഗമായിരുന്നു ഇത്. കാഴ്ചയില്ലാത്തവർ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി? ബ്രെയിലി ലിപി. കാഴ്ചയില്ലാത്തവർക്ക് വായിക്കാനും എഴുതാനും സഹായിക്കുന്ന ലിപിയാണ് ബ്രെയിലി.
6 കുത്തുകൾ ഉപയോഗിച്ച് ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും അടയാളപ്പെടുത്തുന്ന ഈ സമ്പ്രദായം ലൂയി ബ്രെയിലിയാണ് വികസിപ്പിച്ചത്. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയായ ഏഷ്യയെ വൈവിധ്യങ്ങളുടെ വൻകര എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ഭാഷാപരമായും ജനസംഖ്യാപരമായും വലിയ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ആര്? കെ.എം. മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് മുൻ ധനമന്ത്രിയായിരുന്ന കെ.എം. മാണിയാണ്. 13 തവണയാണ് അദ്ദേഹം സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ സന്ദർശനത്തിന്റെ 1911 സ്മരണയ്ക്കായി നിർമ്മിക്കപ്പെട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമന്റെയും രാജ്ഞി മേരിയുടെയും മുംബൈ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1924 ഇത് പൂർത്തീകരിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം തങ്കാനിക്ക തടാകം. ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന തങ്കാനിക്ക തടാകമാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം. ആഫ്രിക്കയിലെ ഏറ്റവും ആഴം കൂടിയ രണ്ടാമത്തെ തടാകവുമാണിത്. കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായ വർഷം 1979. കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി 1979 കേരള പ്രസ് അക്കാദമി സ്ഥാപിക്കപ്പെട്ടു. മാധ്യമ ഗവേഷണത്തിനും പരിശീലനത്തിനും ഇത് വലിയ സംഭാവനകൾ നൽകുന്നു. ലോകത്താദ്യമായി റേഡിയോ സംപ്രേഷണം നടത്തിയ രാജ്യം ഇംഗ്ലണ്ട്. ലോകത്ത് ആദ്യമായി റേഡിയോ സംപ്രേഷണം നടത്തിയത് ഇംഗ്ലണ്ടാണ്. മാർക്കോണി കമ്പനി 1920കളിൽ സംപ്രേഷണം ആരംഭിച്ചതോടെ റേഡിയോ വ്യാപകമായി. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ്. സംസ്ഥാനത്തെ കൈത്തൊഴിൽ മേഖലയിലും പരിസ്ഥിതി സൗഹൃദ ഉത്പന്നങ്ങളിലും ഇത് വലിയ പങ്ക് വഹിക്കുന്നു. ജോൺ ഓഫ് ആർക്ക് വധിക്കപ്പെട്ട വർഷം 1431. ഫ്രഞ്ച് നായികയായിരുന്ന ജോൺ ഓഫ് ആർക്കിനെ 1431 ഇംഗ്ലീഷുകാർ ജീവനോടെ ചുട്ടുകൊന്നു. ശതവർഷയുദ്ധത്തിൽ ഫ്രാൻസിനെ നയിച്ച ധീരയായ പോരാളിയായിരുന്നു അവർ. ഏത് രാജ്യത്തെ സംസ്കാരമാണ് പൂച്ചയെ ആരാധിച്ചിരുന്നത്? ഈജിപ്ത്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പൂച്ചകളെ വിശുദ്ധ മൃഗങ്ങളായി കണക്കാക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. ബാസ്തറ്റ് എന്ന പൂച്ചദേവത അവരുടെ ദേവതകളിൽ പ്രധാനിയായിരുന്നു. കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവനകളെ മാനിച്ച് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തുടർച്ചയായി മഴയുണ്ടാക്കുന്ന മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ. തുടർച്ചയായ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇവ താഴ്ന്നതും ഇരുണ്ടതുമായ മേഘപാളികളാണ്. മഴ, മഞ്ഞ്, ആലിപ്പഴം എന്നിവയ്ക്ക് കാരണമാകാം. ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം എന്ന പ്രക്രിയയിലൂടെയാണ്. ഹൈഡ്രജൻ അണുക്കൾ സംയോജിച്ച് ഹീലിയമാകുമ്പോൾ വലിയ അളവിൽ ഊർജ്ജം പുറത്തുവിടുന്നു. ഷേർഷായുടെ പിൻഗാമി ആര്? ഇസ്ലാം ഷാ. സൂര്യരാജവംശത്തിന്റെ സ്ഥാപകനായ ഷേർഷാ സൂരിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രൻ ഇസ്ലാം ഷാ സൂരി അധികാരമേറ്റു. ഇസ്ലാം ഷാ സൂർ ഷേർഷായുടെ ഭരണപരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗ്വിൻ. ജലത്തിൽ ജീവിക്കുന്ന പെൻഗ്വിനുകൾക്ക് ശരീരത്തിൽ വളരെ ഉയർന്ന സാന്ദ്രതയിലുള്ള തൂവലുകളുണ്ട്. ഇത് അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനും ജലത്തിൽ ഊഷ്മാവ് നിലനിർത്താനും സഹായിക്കുന്നു. തുർക്കിയുടെ ഭാഗമായ ത്രേസ് ഏതു ഭൂഖണ്ഡത്തിലാണ്? യൂറോപ്പ്. തുർക്കിയുടെ ഒരു ഭാഗമായ ത്രേസ് യൂറോപ്പ് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
തുർക്കിയുടെ യൂറോപ്യൻ ഭാഗം എന്നും ഇത് അറിയപ്പെടുന്നു. ഇസ്താംബുൾ നഗരത്തിന്റെ ഒരു ഭാഗവും ഇവിടെയാണ്. ഏത് സംസ്ഥാനത്താണ് ചാന്ദിപ്പൂർ ഓൺസി? ഒഡീഷ. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടൽത്തീരമാണ് ചാന്ദിപ്പൂർ ഓൺസി. വേലിയേറ്റ സമയത്ത് കടൽ പിൻവാങ്ങുന്ന പ്രതിഭാസത്തിന് ഇത് പ്രശസ്തമാണ്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഭംഗ്ര? പഞ്ചാബ്. പഞ്ചാബിലെ പ്രശസ്തമായ നാടോടി നൃത്തരൂപമാണ് ഭംഗ്ര. വിളവെടുപ്പ് ഉത്സവങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും പുരുഷന്മാർ ഇത് അവതരിപ്പിക്കുന്നു. ഷേർഷായുടെ പിതാവ്? ഹസ്സൻ. സൂരി രാജവംശത്തിന്റെ സ്ഥാപകനായ ഷേർഷാ സൂരിയുടെ പിതാവ് ഹസ്സൻ ഖാൻ സൂരി ആയിരുന്നു. സാസാരം എന്ന സ്ഥലത്തെ ജാഗീർദാർ ആയിരുന്നു അദ്ദേഹം. തന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ഐസക് ന്യൂട്ടന് സമീപം അടക്കം ചെയ്യപ്പെട്ട ശാസ്ത്രജ്ഞൻ? ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിനെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ സർ ഐസക് ന്യൂട്ടന്റെ ശവകുടീരത്തിന് സമീപം അടക്കം ചെയ്തു. ഈ ബഹുമതി ബ്രിട്ടനിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞർക്ക് നൽകുന്നതാണ്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ കൊടുങ്കാറ്റാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട്. ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം? കെയ്ബുൾ ലാംജാവോ. ഇന്ത്യയിലെ മണിപ്പൂരിൽ ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലാംജാവോ സ്ഥിതി ചെയ്യുന്നു. ലോക്തക് തടാകത്തിലെ ഫുണ്ടിസ് എന്നറിയപ്പെടുന്ന ഒഴുകുന്ന ദ്വീപുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിന്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ ആരായിരുന്നു? എം. ഗോവിന്ദൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി 1904 ആരംഭിച്ച വിവേകോദയത്തിന്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ എം. ഗോവിന്ദൻ ആയിരുന്നു. SNDP യോഗത്തിന്റെ മുഖപത്രമായി ഇത് പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശൂർ. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസത്തിനായി പ്രവർത്തിക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരിലാണ്. ഇത് 1956 സ്ഥാപിക്കപ്പെട്ടു. ഏതു വിറ്റാമിന്റെ കുറവ് മൂലമാണ് കണരോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. കുട്ടികളിൽ കാണുന്ന കണരോഗം റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് എല്ലുകളുടെ ബലഹീനതയ്ക്കും വളർച്ചക്കുറവിനും കാരണമാകുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ നാഗരികത? സുമേറിയൻ. മെസൊപ്പൊട്ടേമിയയിൽ ഉടലെടുത്ത സുമേറിയൻ നാഗരികതയാണ് ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പഴയ നാഗരികതകളിൽ ഒന്ന്. BCE 4500 ഓടെയാണ് ഇതിന്റെ ഉത്ഭവം. ഭൂമിയിലെ സ്വർഗം എന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ച മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ കാശ്മീരിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അതിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ചു. മുഗൾ ചക്രവർത്തിമാർ കാശ്മീരിൽ മനോഹരമായ ഉദ്യാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്നത് എവിടെ? കാനഡയിലെ ഫണ്ടി ഉൾക്കടലിൽ. കാനഡയിലെ നോവസ്കോഷ്യയ്ക്കും ന്യൂ ബ്രൻസ്വിക്കിനും ഇടയിലുള്ള ഫണ്ടി ഉൾക്കടലിലാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്നത്. 16 മീറ്ററോളം ഉയരത്തിൽ ഇവിടെ വേലിയേറ്റം ഉണ്ടാകാറുണ്ട്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിലെ പ്രശസ്തനായ കവിയും വിവർത്തകനുമായിരുന്നു. രാമായണം ഉൾപ്പെടെയുള്ള നിരവധി സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ടാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം? കോട്ടയം. കേരളത്തിലെ കോട്ടയം നഗരം 1989 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ കേരളം കൈവരിച്ച മുന്നേറ്റത്തിന്റെ ഉദാഹരണമാണിത്. ഏത് രാജ്യത്തെ പ്രധാന നദിയാണ് ഐരാവതി? മ്യാൻമർ. മ്യാൻമറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നീളം കൂടിയതുമായ നദിയാണ് ഐരാവതി നദി. രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക ജീവിതത്തിൽ ഈ നദിക്ക് വലിയ പങ്കുണ്ട്.
ഭൂമി മുഖത്തുനിന്ന് പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെട്ട ആദ്യത്തെ രോഗം. സ്മാൾ പോക്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആഗോള വാക്സിനേഷൻ ശ്രമങ്ങളിലൂടെ 1980-ൽ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചുനീക്കപ്പെട്ട ആദ്യത്തെ രോഗമാണ് വസൂരി, സ്മാൾ പോക്സ്. ഇത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ വലിയൊരു വിജയമാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാര്? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിക്കുകയും വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യത്തിലൂടെ ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സത്യാർത്ഥപ്രകാശ് എന്ന കൃതി ഹിന്ദുമത നവീകരണത്തിന് വലിയ സ്വാധീനം ചെലുത്തി. ഏത് രാജ്യത്താണ് നിഹിലിസം എന്ന ദാർശനിക പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞത്? റഷ്യ. 19-ാം നൂറ്റാണ്ടിലെ റഷ്യയിലാണ് നിഹിലിസം എന്ന ദാർശനിക പ്രസ്ഥാനം വളർന്നുവന്നത്. നിലവിലുള്ള സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ എല്ലാ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും നിരാകരിക്കുന്ന ഒരു പ്രവണതയാണിത്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ്. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ഇന്റർപോൾ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര പോലീസ് സംഘടനയാണ്. ഇതിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺസ് ആണ്. ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന പർവ്വതനിര ആൽപ്സ്. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൽപ്സ്. ഇത് ഫ്രാൻസ്, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്നു. അവയുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം ചൈന. ചൈനയിൽ ടാങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 8-ാം നൂറ്റാണ്ട് ഔദ്യോഗിക പത്രങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടനും ദക്ഷിണാഫ്രിക്കയിലെ കുടിയേറ്റക്കാരും തമ്മിൽ 1889-ൽ നടന്ന യുദ്ധം ബോയർ യുദ്ധം. ബ്രിട്ടനും ദക്ഷിണാഫ്രിക്കയിലെ ബോയർ കുടിയേറ്റക്കാരും ഡച്ച് വംശജർ തമ്മിൽ 2 പ്രധാന യുദ്ധങ്ങൾ നടന്നു. രണ്ടാം ബോയർ യുദ്ധം 1899 മുതൽ 1902 വരെയായിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ബോയർ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. മൈസൂർ സംസ്ഥാനത്തിന്റെ പേര് കർണാടകമെന്ന് മാറ്റിയ വർഷം 1973. 1956-ലെ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം രൂപീകരിച്ച മൈസൂർ സംസ്ഥാനത്തിന്റെ പേര് 1973 നവംബർ 1-ന് കർണാടക എന്ന് ഔദ്യോഗികമായി മാറ്റി. ഇത് ആ സംസ്ഥാനത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ തനിമയെ എടുത്തു കാണിക്കുന്നതിനായിരുന്നു. മൈസൂർ കൊട്ടാരം രൂപകൽപ്പന ചെയ്തതാര്? ഹെൻറി ഇർവിൻ. മൈസൂർ കൊട്ടാരം അല്ലെങ്കിൽ അംബ വിലാസ് കൊട്ടാരം കർണാടകത്തിലെ ഒരു ചരിത്രപ്രധാനമായ സ്മാരകമാണ്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിൻ 1897-ൽ ഇതിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കുകയും 1912-ൽ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. വൈറ്റ് ഹൌസ് എവിടെയാണ്? വാഷിംഗ്ടൺ DC. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും പ്രധാന കാര്യാലയവുമാണ് വൈറ്റ് ഹൌസ്. ഇത് വാഷിംഗ്ടൺ DC-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പവിദ്യ പാരമ്യത പ്രാപിച്ചത്? ഷാജഹാൻ. മുഗൾ വാസ്തുവിദ്യയുടെ സുവർണ കാലഘട്ടമായി ഷാജഹാന്റെ ഭരണകാലം അറിയപ്പെടുന്നു. താജ്മഹൽ, ഡൽഹിയിലെ ചെങ്കോട്ട, ജുമാ മസ്ജിദ് എന്നിവയുൾപ്പെടെ നിരവധി മനോഹരമായ നിർമ്മിതികൾ ഈ കാലഘട്ടത്തിൽ പൂർത്തിയായി. ചമ്പാനർ പാവക് ആർക്കിയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചമ്പാനർ പാവക് ആർക്കിയോളജിക്കൽ പാർക്ക് ഗുജറാത്തിലെ പഞ്ചമഹൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുരാതന കോട്ടകൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഏത് രാജവംശത്തിന്റെ കാലത്താണ് പഞ്ചതന്ത്രം രചിക്കപ്പെട്ടത്? ഗുപ്തവംശം. സംസ്കൃതത്തിലെ പ്രശസ്തമായ മൃഗകഥാ സമാഹാരമായ പഞ്ചതന്ത്രം ഗുപ്തകാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. വിഷ്ണു ശർമ്മനാണ് ഇതിന്റെ രചയിതാവ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏത് നിയമം പ്രകാരമാണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായത്? 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്.
1773 റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നതിനായി പാസാക്കിയ ആദ്യത്തെ പ്രധാന നിയമമാണ്. ഈ നിയമപ്രകാരമാണ് 1774 കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ. 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിൽ ജനിച്ച ലൂയിസ് ബ്രൗൺ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF വഴി ജനിച്ച ലോകത്തിലെ ആദ്യത്തെ ശിശുവാണ്. ഈ നേട്ടം പ്രത്യുത്പാദന ചികിത്സാരംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ 1792 ഒപ്പുവെച്ചതാര്? ടിപ്പുവും ബ്രിട്ടീഷുകാരും. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ 1790 മുതൽ 1792 വരെ സമാപനത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് 1792 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതു മതത്തിന്റെ വിഭാഗമാണ് വജ്രയാനം? ബുദ്ധമതം. ബുദ്ധമതത്തിലെ ഒരു പ്രധാന വിഭാഗമാണ് വജ്രയാനം. മഹായാന ബുദ്ധമതത്തിൽ നിന്ന് വികസിച്ച ഇത് താന്ത്രിക ബുദ്ധമതം എന്നും അറിയപ്പെടുന്നു. ടിബറ്റൻ ബുദ്ധമതം വജ്രയാനത്തിന്റെ ഒരു പ്രധാന രൂപമാണ്. 1832 ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥലം? സെറാംപൂർ. പശ്ചിമബംഗാളിലെ സെറാംപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ 1832 സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യൻ വ്യവസായ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഈ മിൽ. മാവോ സേതൂങ് മരിച്ച വർഷം? 1976. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ ചെയർമാനുമായിരുന്ന മാവോ സേതൂങ് 1976 സെപ്റ്റംബർ 9 അന്തരിച്ചു. അജന്ത പെയിന്റിംഗുകൾ ഏതു വംശത്തിന്റെ കാലത്താണ് വരച്ചത്? ഗുപ്തവംശം. മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകളിലെ പ്രശസ്തമായ ചുമർചിത്രങ്ങൾ ഗുപ്തകാലഘട്ടത്തിലും വഗധക കാലഘട്ടത്തിലുമാണ് വരച്ചത്. ബുദ്ധമത തത്വങ്ങളും ജാതക കഥകളും ചിത്രീകരിക്കുന്ന ഈ ചിത്രങ്ങൾ ഇന്ത്യൻ കലാചരിത്രത്തിലെ മഹത്തായ മാതൃകകളാണ്. ഇരുമ്പിനു പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ? ഗാൽവനൈസേഷൻ. ഇരുമ്പിനെ തുരുമ്പെടുക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സിങ്ക് ലോഹത്തിന്റെ നേർത്ത പാളി പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. സിങ്ക് ഇരുമ്പിനേക്കാൾ ക്രിയാശീലമായതിനാൽ ഇത് ഇരുമ്പിന് സംരക്ഷണം നൽകുന്നു. ഏത് യുദ്ധത്തിലാണ് ടിപ്പു കൊല്ലപ്പെട്ടത്? നാലാം മൈസൂർ യുദ്ധം 1799. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ 1799 ശ്രീരംഗപട്ടണത്തിന്റെ പ്രതിരോധത്തിനിടെ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തോടെ മൈസൂർ രാജ്യം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ചോള രാജ്യത്തെ പ്രധാന നദിയായിരുന്നത്? കാവേരി. ദക്ഷിണേന്ത്യയിലെ കാവേരി നദി ചോള സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കും കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്കും നിർണായക പങ്ക് വഹിച്ചു. ഈ നദി ചോള രാജ്യത്തിന്റെ ഹൃദയഭൂമിയിലൂടെ ഒഴുകി. ഒളിമ്പിക്സിന് വേദിയായ ദക്ഷിണാർദ്ധഗോളത്തിലെ ആദ്യ നഗരം? മെൽബൺ. 1956. 1956 മെൽബൺ നഗരം 16 ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. ഇതോടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഒളിമ്പിക്സ് നടക്കുന്ന ആദ്യ നഗരമായി മെൽബൺ മാറി. ഒളിമ്പിക്സിൽ 1900 മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? നോർമൻ പ്രിച്ചാർഡ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റായ നോർമൻ പ്രിച്ചാർഡ് 2 വെള്ളി മെഡലുകൾ നേടി. ഇത് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മെഡൽ നേടുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്രപരമായ പ്രാധാന്യം അദ്ദേഹത്തിന് നൽകുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര്? കരോൾ വോയ്ഡിവ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് കരോൾ ജോസഫ് വോയ്ഡിവ എന്നായിരുന്നു. പോളണ്ടിൽ ജനിച്ച അദ്ദേഹം 1978 മുതൽ 2005 വരെ മാർപ്പാപ്പയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായ വർഷം? 1948. ഇന്ത്യയുടെ ആണവോർജ്ജ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി 1948 ഓഗസ്റ്റ് 1 അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ചു. ഹോമി ജെ. ബാബ ആയിരുന്നു ഇതിന്റെ ആദ്യ ചെയർമാൻ. അജന്ത ഗുഹകളെ 1819 വീണ്ടും കണ്ടെത്തിയ ബ്രിട്ടീഷ് ഓഫീസർ?
ജോൺ സ്മിത്ത്. മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകൾ 1819 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയിലെ ഓഫീസറായിരുന്ന ജോൺ സ്മിത്ത് ആകസ്മികമായി പുനർകണ്ടുപിടിച്ചു. ഏത് രാജവംശത്തിന്റെ ഭരണമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനിപ്പിച്ചത്? നന്ദവംശം. ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ഗുരുവായിരുന്ന ചാണക്യന്റെ സഹായത്തോടെ നന്ദവംശത്തിലെ അവസാന ഭരണാധികാരിയായ ധനനന്ദനെ പരാജയപ്പെടുത്തി മൗര്യസാമ്രാജ്യം സ്ഥാപിച്ചു. മുസ്ലിം ചരിത്രകാരന്മാർ റായി പിത്തോറ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പൃഥ്വിരാജ് ചൗഹാൻ. ഡൽഹിയിലെയും അജ്മീറിലെയും ചൗഹാൻ ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് മൂന്നാമനെ മുസ്ലിം ചരിത്രകാരന്മാർ റായി പിത്തോറ എന്ന് വിശേഷിപ്പിച്ചു. 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ റീജന്റായി അധികാരത്തിൽ വന്നതാര്? സേതു ലക്ഷ്മിബായി. 1924 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അന്തരിച്ചപ്പോൾ അനന്തരാവകാശിയായ ചിത്തിര തിരുനാൾ ബാലനായതിനാൽ സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിന്റെ റീജന്റ് റാണിയായി അധികാരമേറ്റെടുത്തു. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല? ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമുള്ള ജില്ല ഇടുക്കിയാണ്. ഹൈറേഞ്ചിലെ തണുപ്പുള്ള കാലാവസ്ഥയാണ് വെളുത്തുള്ളി കൃഷിക്ക് സഹായകമാകുന്നത്. ഏത് മതവിഭാഗമാണ് ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതലുള്ളത്? മുസ്ലിം. ലക്ഷദ്വീപിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിം മതവിശ്വാസികളാണ്. പ്രാദേശിക സംസ്കാരത്തിലും ജീവിതരീതികളിലും ഇസ്ലാമിക പാരമ്പര്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ സ്വയം ആവിഷ്കരിച്ച സംഗീത പദ്ധതി? രബീന്ദ്ര സംഗീതം. രവീന്ദ്രനാഥ് ടാഗോർ സ്വയം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെയും സംഗീതത്തിന്റെയും സവിശേഷമായ രൂപമാണ് രബീന്ദ്ര സംഗീതം. ബംഗാളി സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഈ സംഗീതം വ്യത്യസ്ത ശൈലികളുടെ സമന്വയമാണ്. ഏത് നദീതീരത്താണ് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ്? സീൻ. ഫ്രാൻസിന്റെ തലസ്ഥാനവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിലൊന്നുമായ പാരീസ് സീൻ നദിയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്നു. ഈ നദി നഗരത്തിന്റെ ചരിത്രത്തിലും വികസനത്തിലും നിർണായക പങ്ക് വഹിച്ചു. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത്? ലഡാക്ക്. ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് അതിന്റെ ഭൂപ്രകൃതിയും ബുദ്ധമത സംസ്കാരവും ടിബറ്റിനോട് സാമ്യമുള്ളതുകൊണ്ട് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നു. ലിയോൺ ട്രോട്സ്കി ജനിച്ച രാജ്യം? യുക്രൈൻ. റഷ്യൻ വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായിരുന്ന ലിയോൺ ട്രോട്സ്കി ജനിച്ചത് ഇന്നത്തെ യുക്രൈനിലെ കെർസൺ ഗവർണറേറ്റിലാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക്? നൈട്രോസെല്ലുലോസ്. വ്യാവസായികമായി നിർമ്മിച്ച ആദ്യത്തെ പ്ലാസ്റ്റിക് പാർക്കെസിൻ ആയിരുന്നു. ഇത് നൈട്രോസെല്ലുലോസ് എന്ന പദാർത്ഥത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത്? പള്ളിക്കൽ. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് 2002 ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത്. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി? വള്ളത്തോൾ. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളിൽ പ്രധാനപ്പെട്ടതാണ് ഋഗ്വേദത്തിന്റെ ഭാഗങ്ങളും വാൽമീകി രാമായണവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഉൽക്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീനനാമമാണ്? ഒറീസ. ഒറീസയുടെ പ്രാചീനമായ ഒരു പേരാണ് ഉൽക്കലം. ഇത് കിഴക്കൻ ഇന്ത്യയിലെ ഒരു പുരാതന രാജ്യമായിരുന്നു. ആദ്യത്തെ 3 ടെസ്റ്റ് മത്സരങ്ങളിലും സെഞ്ചുറി അടിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ? അസ്ഹറുദ്ദീൻ. മുഹമ്മദ് അസ്ഹറുദ്ദീൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ ആദ്യ 3 മത്സരങ്ങളിലും തുടർച്ചയായി സെഞ്ചുറി നേടി റെക്കോർഡ് സ്ഥാപിച്ചു. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ? ഹൈപ്പർ ടെൻഷൻ. ധമനികളിലെ രക്തത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചതാര്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം രചിച്ച പുസ്തകമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അൺലീഷിംഗ് ദ പവർ വിതിൻ ഇന്ത്യ.
ഏത് പർവ്വതനിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത്? ആൻഡീസ്. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ ആമസോൺ നദി തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 1984 ജൂൺ 5 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ്? ഭിന്ദ്രൻവാലെ. 1984 ജൂൺ 5 ഇന്ത്യൻ സൈന്യം സുവർണക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ജർനൈൽ സിംഗ് ഭിന്ദ്രൻവാലെ കൊല്ലപ്പെട്ടു. ജൈനമതത്തിലെ പഞ്ചധർമ്മങ്ങൾ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ജൈനമതത്തിലെ 5 പ്രധാന വ്രതങ്ങളാണ് പഞ്ചധർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വേദി? ഉറുഗ്വേ. 1930 നടന്ന ആദ്യ ഫിബ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഉറുഗ്വേയാണ്. ആദ്യ ലോകകപ്പ് കിരീടവും ഉറുഗ്വേ സ്വന്തമാക്കി. ഏത് അളവിൽ മഴ ലഭിക്കുമ്പോഴാണ് ഒരു ദിവസത്തിനെ മഴയുള്ള ദിവസം എന്ന് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുന്നത്? 2.5 മില്ലിമീറ്റർ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് IMD ഒരു ദിവസത്തെ മഴയുള്ള ദിവസം ആയി കണക്കാക്കുന്നത് ആ ദിവസം 2.5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ രേഖപ്പെടുത്തിയാലാണ്. ഇന്ത്യയിൽ സിനിമാ രംഗത്തെ ഏറ്റവും ഉയർന്ന അവാർഡ്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. ചൈനയിൽ നിന്ന് റഷ്യയെ വേർതിരിക്കുന്ന നദി? അമൂർ. അമൂർ നദി ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള പ്രകൃതിദത്തമായ അതിർത്തിയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? മസ്തിഷ്കം. ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് EEG തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനങ്ങൾ അളക്കുന്ന ഒരു മെഡിക്കൽ പരിശോധനയാണ്. ഏത് രാജ്യക്കാരെയാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്? നെതർലാൻഡ്സ്. നെതർലാൻഡ്സിലെ പൗരന്മാരെ പൊതുവെ ഡച്ചുകാർ എന്നാണ് അറിയപ്പെടുന്നത്. ഡച്ച് ഭാഷയാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. രാത്രികാല ആകാശത്തിൽ കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം? സിറിയസ്. സിറിയസ് നക്ഷത്രം ഡോഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. ഇത് രാത്രികാല ആകാശത്ത് സൂര്യനൊഴികെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ്. ഏറ്റവും വലിയ സസ്തനി? നീലത്തിമിംഗലം. നീലത്തിമിംഗലം ബ്ലൂ വെയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഇതിന് 30 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവുമുണ്ടാകാം. ഏത് രാജ്യത്തെയാണ് തദ്ദേശീയർ നിപ്പോൺ എന്ന് വിളിക്കുന്നത്? ജപ്പാൻ. ജപ്പാൻകാർ തങ്ങളുടെ രാജ്യത്തെ നിപ്പോൺ അല്ലെങ്കിൽ നിഹോൺ എന്നാണ് വിളിക്കുന്നത്. ഇതിനർത്ഥം ഉദയസൂര്യന്റെ നാട് എന്നാണ്. ഏറ്റവും വലുപ്പമുള്ള ചുവന്ന രക്താണുള്ള പക്ഷി? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിക്ക് പക്ഷികളിൽ ഏറ്റവും വലിയ ചുവന്ന രക്താണുക്കളുണ്ട്. ഇത് സാധാരണയായി പക്ഷികളിൽ കാണുന്നതിനേക്കാൾ വലിയതാണ്. രാമാനന്ദന്റെ ഗുരു? രാമാനുജൻ. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനികളിലൊരാളായിരുന്ന രാമാനന്ദന്റെ ഗുരു രാമാനുജനായിരുന്നു. ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി? തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി തിമിംഗലമാണ്, പ്രത്യേകിച്ച് സ്പെയിൻ തിമിംഗലം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഇത് ശരീരത്തെ ബാഹ്യമായ അണുബാധകളിൽ നിന്നും താപനില വ്യതിയാനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി? ജയന്റ് സാലമാൻഡർ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഭയജീവിയാണ് ചൈനീസ് ജയന്റ് സാലമാൻഡർ. ഏത് രാജ്യത്താണ് അമേരിക്ക ഏജന്റ് ഓറഞ്ച് എന്ന വിഷവസ്തു പ്രയോഗിച്ചത്? വിയറ്റ്നാം. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ ഉപയോഗിച്ച ഒരു കളനാശിനിയാണ് ഏജന്റ് ഓറഞ്ച്.
രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാര്? അരബിന്ദോ ഘോഷ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും തത്വചിന്തകനുമായിരുന്ന അരബിന്ദോ ഘോഷ് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ ഒരു രാജ്യത്തിന്റെ ജീവശ്വാസമായി കണക്കാക്കി. ഇന്ത്യയിലെ മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ ഒരു തുറമുഖ നഗരമായ തൂത്തുക്കുടി മുത്തുകൾക്ക് പ്രസിദ്ധമായതിനാൽ മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നു. ഏത് നദീതീരത്താണ് ഹൈദരാബാദ്? മൂസി. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ വികസനത്തിൽ ഈ നദിക്ക് വലിയ പങ്കുണ്ട്. രാജ്യത്തിന്റെയും നദിയുടെയും പേര് ഒന്നായതിന് ഉദാഹരണം? ജോർദാൻ. മധ്യപൂർവ്വദേശത്തെ ജോർദാൻ എന്ന രാജ്യത്തിനും അവിടുത്തെ പ്രധാന നദിയായ ജോർദാൻ നദിക്കും ഒരേ പേരാണ്. ഇന്ത്യയിലെ യുറേനിയം ഖനി? ജാദുഗുഡ. ജാർഖണ്ഡിലെ സിംഗ്ഭൂം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജാദുഗുഡ ഖനി ഇന്ത്യയിലെ പ്രധാന യുറേനിയം ഖനികളിലൊന്നാണ്. ഏതു വ്യവസായത്തിനാണ് ഫറോക്ക് പ്രസിദ്ധം? ഓട് വ്യവസായം. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലുള്ള ഫറോക്ക് അതിന്റെ പരമ്പരാഗതമായ ഓട് വ്യവസായത്തിന് വളരെ പ്രസിദ്ധമാണ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാര്? ഗുട്ടൻബർഗ്. 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ യോഹാൻസ് ഗുട്ടൻബർഗ് ആണ് ആധുനിക അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. ഇന്ത്യയിലെ അലക്സാണ്ടർ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ചത്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനത്തിലെ ഖിൽജി വംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി സിക്കന്ദർ ഇ സാനി അഥവാ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏത്? കാനഡ. കാനഡയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കടൽത്തീരമാണുള്ളത്, ഏകദേശം 2,43,042 കിലോമീറ്റർ. ഇത് ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ അക്ബറിനുവേണ്ടി മുഗൾ സൈന്യത്തെ നയിച്ചതാര്? ബൈറാം ഖാൻ. 1556-ൽ നടന്ന രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഹേമുവിനെതിരെ മുഗൾ സൈന്യത്തെ നയിച്ചത് ബൈറാം ഖാൻ ആയിരുന്നു. അക്ബർ പ്രായപൂർത്തിയാകാത്തതിനാൽ അദ്ദേഹത്തിന്റെ റീജന്റായിരുന്നു ബൈറാം ഖാൻ. ഇന്ത്യയിലെ മതവിഭാഗങ്ങളിൽ സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുന്നിലുള്ളത് ആര്? ജൈനന്മാർ. ഇന്ത്യയിലെ മതവിഭാഗങ്ങളിൽ ജൈനമത വിഭാഗത്തിനാണ് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ളത്. വിദ്യാഭ്യാസത്തിന് അവർ നൽകുന്ന പ്രാധാന്യം ഇതിന് ഒരു പ്രധാന കാരണമാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് ഐൻസ്റ്റീന് 1921-ൽ നോബൽ സമ്മാനം ലഭിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസത്തിന്റെ വിശദീകരണം. ആൽബർട്ട് ഐൻസ്റ്റീന് ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് 1921-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പ്രാചീനകാലത്ത് പ്രാഗ്ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്നത് ഏത് സ്ഥലമാണ്? ഗുവാഹത്തി. പ്രാചീന അസമിലെ തലസ്ഥാനമായിരുന്ന പ്രാഗ്ജ്യോതിഷ്പൂർ ഇന്ന് ഗുവാഹത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാമാഖ്യ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി പുരാതന സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഏത് രാജ്യത്തെ ബഹിരാകാശ സഞ്ചാരിയെയാണ് കോസ്മോനോട്ട് എന്ന് അറിയപ്പെടുന്നത്? റഷ്യ. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ കോസ്മോനോട്ടുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ ആസ്ട്രോനോട്ടുകൾ എന്ന് വിളിക്കുന്നു. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആദ്യമായി ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയച്ചത്. ഏത് ഗുപ്തരാജാവിന്റെ കാലത്താണ് ഹരിസേനൻ ജീവിച്ചിരുന്നത്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തന്റെ രാജകവിയും മന്ത്രിയുമായിരുന്നു ഹരിസേനൻ. അലഹബാദ് സ്തംഭത്തിലെ പ്രശസ്തമായ പ്രശസ്തി കാവ്യം രചിച്ചത് ഹരിസേനനാണ്. കേരളത്തിൽ തുടർന്നുവരുന്ന സാമൂഹിക സംവരണം നേടിയെടുത്തത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു? നിവർത്തന പ്രക്ഷോഭണം. 1930കളിൽ തിരുവിതാംകൂറിൽ നടന്ന നിവർത്തന പ്രക്ഷോഭണമാണ് സർക്കാർ ജോലികളിൽ സംവരണം എന്ന ആശയം കൊണ്ടുവന്നത്. ഈഴവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ തുടങ്ങിയ പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇത് സഹായിച്ചു.
ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നന്ദലാൽ ബോസ്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളായ നന്ദലാൽ ബോസിനെ ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവായി കണക്കാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്തുപ്രതിയിലെ ചിത്രീകരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകളിൽ ഒന്നാണ്. മത്തവിലാസം രചിച്ചത് ആര്? മഹേന്ദ്രവർമ്മൻ. പല്ലവരാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമനാണ് മത്തവിലാസ പ്രഹസനം എന്ന സംസ്കൃത നാടകം രചിച്ചത്. 7-ാം നൂറ്റാണ്ടിലെ സാമൂഹിക ജീവിതത്തെയും മതങ്ങളെയും കുറിച്ച് ഈ കൃതി ഉൾക്കാഴ്ച നൽകുന്നു. ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? മസ്സൂറി. ഉത്തരാഖണ്ഡിലെ ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് മസ്സൂറി. മലകളുടെ റാണി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഡെറാഡൂണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെ ഹിമാലയൻ പർവ്വതനിരകളിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. 1926-ലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥിയാര്? കമലാദേവി ചതോപാധ്യായ. കമലാദേവി ചതോപാധ്യായ 1926-ൽ മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും അവർ സജീവമായിരുന്നു. ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ള അനുഷ്ഠാന നൃത്തരൂപമാണ് ഗർഭ? ഗുജറാത്ത്. ഗർഭ ഗുജറാത്തിലെ ഒരു പ്രശസ്തമായ നാടോടി നൃത്തരൂപമാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് അവതരിപ്പിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഏത്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏത്? ഒ ഗ്രൂപ്പ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ സാധാരണയായി കണ്ടുവരുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ്. ഒ നെഗറ്റീവ് രക്തഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നു. ഈശ്വരൻ എന്നത് മിഥ്യയാണ്. അതുകൊണ്ടുതന്നെ ദേവപ്രീതിക്കായുള്ള അനുഷ്ഠാനങ്ങൾക്ക് ഒരു ഫലവും നൽകാൻ കഴിയുകയില്ല. ഏതു മതമാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? ബുദ്ധമതം. ബുദ്ധമതത്തിൽ ഈശ്വരന്റെ അസ്തിത്വത്തെക്കുറിച്ച് നേരിട്ടുള്ള പരാമർശങ്ങളില്ല. കൂടാതെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ വലിയ പ്രാധാന്യം നൽകുന്നില്ല. വ്യക്തിയുടെ കർമ്മങ്ങൾക്കും ആത്മീയ വിമോചനത്തിനുമാണ് ബുദ്ധമതം ഊന്നൽ നൽകുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏത്? മിസോറം. മിസോറം എന്ന വാക്കിന് മിസോ ഭാഷയിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ് അർത്ഥം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഈ സംസ്ഥാനം അതിന്റെ മലനിരകൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ടതാണ്. ഏത് സംസ്ഥാനത്തെ സർക്കാരാണ് താൻസൻ സമ്മാനം നൽകുന്നത്? മധ്യപ്രദേശ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിന് നൽകുന്ന സംഭാവനകൾക്ക് ആദരസൂചകമായി മധ്യപ്രദേശ് സർക്കാർ താൻസൻ സമ്മാനം നൽകുന്നു. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു താൻസൻ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഏതാണ്? ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. മികച്ച വിദ്യാഭ്യാസ രചനകൾക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനും സാഹിത്യകാരനുമായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം. ഏറ്റവും വലിയ സമുദ്രം ഏത്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1/3 ഭാഗം ഇത് ഉൾക്കൊള്ളുന്നു. ഏത് രാജ്യത്തെ പാർലമെന്റാണ് സേജ് എന്ന് അറിയപ്പെടുന്നത്? പോളണ്ട്. പോളണ്ടിലെ പാർലമെന്റിന്റെ അധോസഭയാണ് സേജ് സെയിം. ഇത് പോളിഷ് രാഷ്ട്രീയ വ്യവസ്ഥയിലെ പ്രധാന നിയമനിർമ്മാണ സമിതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയത് ഏത്? കേരളം. 2011-ലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന്റെയും സൂചകമാണ്. ഏത് സ്ഥലത്തെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത്? സാരാനാഥ്.
ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിലെ സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചിരിക്കുന്നത്. ധർമ്മചക്രം സത്യത്തെയും ധാർമ്മികതയെയും പ്രതിനിധീകരിക്കുന്നു. സർവ്വരാജ്യസഖ്യം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആര്? വുഡ്രോ വിൽസൺ. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം സമാധാനം നിലനിർത്തുന്നതിനായി സർവ്വരാജ്യസഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ 14 തത്വങ്ങളിൽ ഇത് പ്രധാനമായിരുന്നു. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷ ഏത്? കംബോഡിയൻ കമർ. കംബോഡിയൻ ഭാഷ അഥവാ കമർ ഭാഷയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അക്ഷരമാലയുണ്ട്. 74 അക്ഷരങ്ങളാണ് ഈ ഭാഷയിലുള്ളത്. ഏറ്റവും കൂടുതൽ അടിച്ചുപരത്താൻ കഴിയുന്ന ലോഹം ഏത്? സ്വർണം. സ്വർണം ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി അടിച്ചുപരത്താനുള്ള കഴിവ് ഉള്ള ലോഹമാണ്. 1 ഗ്രാം സ്വർണം വളരെ നേരിയ ഷീറ്റുകളാക്കി വലിയ വിസ്തൃതിയിൽ പരത്താൻ കഴിയും. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ഏത്? ചെന്നൈ, മദ്രാസ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 1914 ജർമ്മൻ യുദ്ധക്കപ്പലായ SMS എംഡൻ ചെന്നൈ തുറമുഖം അന്ന് മദ്രാസ് ആക്രമിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാന സംഭവമായിരുന്നു. മൻസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആര്? അക്ബർ. മുഗൾ ചക്രവർത്തി അക്ബർ സൈനിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നു. ഈ സമ്പ്രദായം ഉദ്യോഗസ്ഥർക്ക് റാങ്കുകളും മൻസബ് പദവികളും നൽകി. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിലെത്തിയ വർഷം ഏത്? 1931. മഹാത്മാഗാന്ധി 1931 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിലെത്തി. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്നാണ് അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുത്തത്, എന്നാൽ ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല. ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് ആര്? APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ വിക്രം സാരാഭായിയെ ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിശേഷിപ്പിച്ചു. രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിക്ക് സാരാഭായി നൽകിയ സംഭാവനകൾ വലുതാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷനായ പേരൂർക്കട ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയാണ്. സാങ്കേതികവിദ്യ പോലീസ് സേവനങ്ങളിൽ കൊണ്ടുവരുന്നതിലെ ഒരു പ്രധാന ചുവടുവയ്പ്പായിരുന്നു ഇത്. സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യമെന്താണ്? ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. 2001 ഈ പദ്ധതി ആരംഭിച്ചത്. ഏത് നേതാവിന്റെ മരണശേഷമാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകന്റെ മരണശേഷം 1920 മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. ആരുടെ ശുപാർശപ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? കാബിനറ്റ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര കാബിനറ്റിന്റെ രേഖാമൂലമുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനുള്ള അധികാരം അനുച്ഛേദം 352, 356, 360 എന്നിവയിൽ പറയുന്നു. വർഷത്തേക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ഏത്? ശുക്രൻ. ശുക്രൻ, വീനസ് വളരെ സാവധാനത്തിൽ കറങ്ങുന്ന ഒരു ഗ്രഹമാണ്, അതിനാൽ അതിന്റെ ഒരു ദിവസത്തിന് അതിന്റെ ഒരു വർഷത്തേക്കാൾ ദൈർഘ്യമുണ്ട്. ശുക്രനിൽ ഒരു ദിവസം ഏകദേശം 243 ഭൗമ ദിവസങ്ങൾക്ക് തുല്യമാണ്, എന്നാൽ ഒരു വർഷം 225 ഭൗമ ദിവസങ്ങൾ മാത്രമാണ്. എളയിടത്തു സ്വരൂപം തിരുവിതാംകൂറിനോട് ചേർത്തത് ഏതു വർഷത്തിലാണ്? AD 1742.
തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മൻ ഇളയിടത്തു സ്വരൂപം കൊട്ടാരക്കര 1742 ൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. മാർത്താണ്ഡവർമ്മന്റെ ദക്ഷിണ കേരളത്തിലെ ഏകീകരണ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്? 15,005. കേരളത്തിന്റെ വിസ്തീർണം 15,005 ചതുരശ്ര മൈലാണ്. ഇത് ഏകദേശം 38,863 ചതുരശ്ര കിലോമീറ്ററിന് തുല്യമാണ്. ഈ ഭൂമിശാസ്ത്രപരമായ അളവ് സംസ്ഥാനത്തിന്റെ വലിപ്പം വ്യക്തമാക്കുന്നു. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കേപ്പ് ടൗൺ. തെക്കേ ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ കടൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനും സാധനങ്ങൾ നിറക്കാനും സൗകര്യമൊരുക്കിയിരുന്ന ഒരു പ്രധാന തുറമുഖമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ സമുദ്രത്തിലെ സത്രം എന്ന് വിളിച്ചിരുന്നത്. സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? സ്റ്റോക്ക്ഹോം. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോം നിരവധി ദ്വീപുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. അതിന്റെ മനോഹരമായ ജലാശയങ്ങളും വാസ്തുവിദ്യയും കാരണം ഇതിനെ സമുദ്രത്തിലെ സുന്ദരി എന്ന് വിശേഷിപ്പിക്കുന്നു. ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച തത്വം ഏത്? അദ്വൈതം. 8-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഭാരതീയ തത്വചിന്തകനായ ആദി ശങ്കരാചാര്യർ അദ്വൈത വേദാന്തം എന്ന തത്വചിന്താധാരയ്ക്ക് രൂപം നൽകി. ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന് ഈ തത്വം പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ജനസംഖ്യയിലും വിസ്തീർണത്തിലും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളുള്ളത്. വലിയ ഗ്രാമീണ ജനസംഖ്യ ഈ സംസ്ഥാനത്തിന്റെ സവിശേഷതയാണ്.